കർദിനാൾ ക്ലിമീസ് കാത്തോലിക്ക ബാവ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ ആ ആളിനെ കുറ്റം പറയാനാവില്ല. അതില്ലാതാക്കുകയാണ് ഈ ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമമൊക്കെ ബി.ജെ.പി. നേതാക്കൾ ഇപ്പോൾ ക്രിസ്മസ് തീയതിയിൽ കേക്കുമായി എത്തുന്നു. അങ്ങനെയൊക്കെ കുറെ കാലമായ പ്രവണത ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്, അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. അത് ക്രൈസ്തവരെ മാത്രമല്ല, കേക്ക് എല്ലാവർക്കും നല്ലതല്ലേ? ക്രിസ്ത്യാനിക്ക് മാത്രമല്ലല്ലോ കേക്കിന്റെ മധുരമുള്ളത്, എല്ലാവർക്കും നല്ലതാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തണം. ഒരു വിഭാഗവും അകന്നു പോകരുത്. ദേശം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്വവും സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഭരണാധികാരിയുടെ മികവ്. അപ്പൊ അതുകൊണ്ട് അത് ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതല്ലേ നമ്മുടെ പൊതുവായ നിലപാട്. അതിൽ വ്യത്യസ്തമായി നമ്മളത് ചിന്തിക്കുന്ന വിഷയമേ അല്ല. ഈ രാജ്യത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തിനുള്ളിലുള്ള തീവ്രവാദമാണ്. പാകിസ്ഥാനോ ചൈനയോ അല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, രാജ്യത്തിനുള്ളിൽ തന്നെ തീവ്രവാദമാണ്. അത് ഏറ്റവും വലിയ പ്രശ്നം ഈ മണി ലോണ്ടറിങ്, അതോടൊപ്പം തന്നെ ഈ പണം ഒഴുക്കുന്നത് ഈ ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ കർശനമാക്കുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സഭയടക്കമുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ അത് പരിഹരിച്ചതിന് ശേഷം അവരുടെ ആ കൺഫ്യൂഷൻ മാറ്റിയതിനു ശേഷമേ നടപ്പാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പിയുടെയോ അല്ലെങ്കിൽ കേന്ദ്രക്കാരുടെ ഭാഗത്തൊരു ചർച്ച ഉണ്ടായോ എപ്പോഴെങ്കിലും സഭയുമായി? എനിക്കറിയാവുന്ന ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇനി ഞാൻ ഇപ്പോ ടി വിയിലൊക്കെ കാണുന്ന കാഴ്ച ചർച്ചയില്ല എന്നാണ്. ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ടേ ചർച്ചയില്ലെന്ന് ഇനിയും പറയുന്നു. ചർച്ച ആരോട് നടത്തി? ഔദ്യോഗികമായി ഒരു ബോഡിയിലും ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയായിട്ട് അറിഞ്ഞുകൂടാ. ഇനി ഇങ്ങനെയുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഇത് പൊതുവായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ഒരു അപ്പെക്സ് ബോഡിയിലെങ്കിലും ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യുമ്പോൾ ക്ലാരിറ്റി വരുമല്ലോ. ഉദാഹരണത്തിന് അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റിക്ക്, ഇന്റേണൽ സെക്യൂരിറ്റിക്ക് തടസ്സം ഉണ്ടാകുന്നത് പോലെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹമുണ്ട്, ഞങ്ങളോടൊന്ന് അറിയട്ടെ. ഞങ്ങൾക്ക് അവരെ തിരുത്തണമല്ലോ. അപ്പൊ അതൊരു വിശാലമായ ഒരു ചർച്ച വേണ്ടേ? ആ ചർച്ച നടന്നിട്ടില്ല. ഇനി ആ ചർച്ച ഇനിയും നടക്കാതിരിക്കേണ്ട കാര്യവുമില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈസ്റ്റർ ദിവസങ്ങളിൽ പ്രത്യേകമായി ഈസ്റ്റർ വിരുന്നുകളിൽ പങ്കെടുക്കുന്നു, പിതാക്കന്മാരെ സന്ദർശിക്കുന്നു, പിതാക്കന്മാരെ കാണുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ നടത്തിയത് ബി.ജെ.പി. നേതാക്കളാണ്. ആ സമയത്തൊക്കെ സഭാപ്രതിനിധികൾ, ക്രൈസ്തവ അധ്യക്ഷന്മാരൊക്കെ സ്വാഗതം ചെയ്തതും കണ്ടതാണ്. ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ കൂടുതലുമായി ഉണ്ടായത് ക്രൈസ്തവ വിഭാഗങ്ങളിലാണ്. ക്രൈസ്തവ വിഭാഗത്തെ കൊണ്ട് ചേർത്ത് നിർത്താനാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് ശ്രമം ഉണ്ടായത്. അതേ ബി.ജെ.പിയാണ് ഇപ്പോൾ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുകയും ചെയ്തത്. ശരിക്കും അത് ഇരട്ടത്താപ്പല്ലേ ബി.ജെ.പിയുടെ ഭാഗത്തുണ്ടാകുന്നത്? താങ്കൾ പറഞ്ഞതിനകത്താണ് സത്യമുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കിരം വിളിച്ചു അല്പസമയം മുമ്പ് പറഞ്ഞു. കിരം വിളിച്ചു പറഞ്ഞത് ഇനി ചർച്ചയില്ലേ വിഷയത്തിൽ എന്നാണ്. അപ്പോ ഇന്ന് വൈകിട്ട് CPC-യുടെ യോഗം ചേരുന്നുണ്ട്. ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്ന് ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നു ഈ വിഷയത്തിലേ. ഇപ്പോ അല്ലാതെ സഭയായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമില്ല, പാർലമെന്റ് ചർച്ച ചെയ്താൽ മതി എന്നുള്ളതാണ് നിലപാട്. മാത്രമല്ല ഇനിയിപ്പോ അതിനെ ചർച്ചകൾ ഇല്ലാതെ പറയുകയും അല്ല, അദ്ദേഹമല്ലല്ലോ ഈ രാജ്യത്തിന്റെ പ്രധാന ഭരണാധികാരി. അതിന് മുകളിൽ ആളുകളില്ലേ? രാജ്യത്തെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്ന ആളുകൾ നമുക്ക് രാജ്യത്തില്ലേ? അവരതേ കുറിച്ച് പറയട്ടെ. പ്രധാനമന്ത്രിയിലാണോ പ്രതീക്ഷ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ കാര്യത്തിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ ഈ വിഷയത്തിൽ ചേർത്ത് നിർത്തിയതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. വ്യക്തമല്ലേ? അപ്പൊ അത് ചേർത്ത് നിർത്തണം. അപ്പൊ അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ എല്ലാം കൂടെ വോട്ടെടുത്തിട്ട് നിയമം ഉണ്ടാക്കാനോ അന്നല്ല പറയുന്നത്. ഇതൊരു ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്കയുടെ അടിസ്ഥാനം എന്താണെന്ന് ചർച്ച ചെയ്യണ്ടേ? എന്തോ അത് ഈ സംഭവത്തിൽ മിനിഞ്ഞാന്നത്തെ കാര്യമല്ലേ ഇത്? അപ്പൊ അദ്ദേഹം മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് ആശങ്കയ്ക്ക് യാതൊരു ആവശ്യവുമില്ല എന്നാണ്. നമ്മള് എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളും ആശങ്ക ഉണ്ടാക്കാമെന്ന് പറയുന്നു, വ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതുമാണ്. സ്വാഭാവിക തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുന്ന ഒരു കാര്യത്തെയാണ്.
തെരഞ്ഞെടുപ്പുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു വിഷയമല്ലിത്. ഇത് ഇപ്പൊ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിലും ഈ വിഷയം സംസാരിക്കേണ്ടതാണല്ലോ. ഈ സമയത്ത് ഇതൊരു കാഷ്വൽ കോയിൻസിഡൻസ് ആണ് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത്. ഇനി ആശങ്കകൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം വരുന്നോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവേകം വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്കുണ്ട്. അവരല്ലേ അത് വിനിയോഗിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്താത്ത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായി തെരഞ്ഞെടുപ്പിലൊരു അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുന്ന ഒരു പതിവ് ക്രൈസ്തവ സഭകൾക്കില്ല. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുക, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യരുത്, അങ്ങനെ പറയില്ല. പക്ഷേ ഈ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കെട്ടുപണിയിൽ ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ഒരു ചെറിയ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവർ എങ്ങനെയാണ് രാജ്യത്തിന്റെ ഈ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു നിയമത്തിന്മേൽ അടിച്ചമർത്തപ്പെടുക, അതറിയാൻ നമുക്കൊരു അവകാശമില്ലേ? അതാണ് പറയുന്നത്. ഇതൊന്ന് റിവൈസ് ചെയ്യണം, ഒന്ന് റീവിസിറ്റ് ചെയ്യണം. ഈ ബില്ല് ഞങ്ങൾ കൂടി ഒന്ന് അറിയണം. അല്ല, അതിനീ കൂടുതൽ കുറച്ചുകൂടി വെളിവായി വരണം. നമ്മൾ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് ഈ എല്ലാം നിരീക്ഷിച്ച ശേഷമല്ലേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്നത് പോലെയുള്ള ഒരു തുടർച്ചയായ ഒരു സമീപനം വരുന്നോ എന്ന് ഒരു ഭയമുണ്ട്. ഈ 2.5% വരുന്ന ഒരു സമൂഹത്തിന്റെ മേൽ എന്തോ രാഷ്ട്രീയ ലക്ഷ്യം? അല്ല, നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ 2.5% വരുന്ന ഇവിടുത്തെ ക്രൈസ്തവർ അതിനൊരു എന്താണ് ഉദ്ദേശിക്കുക? പക്ഷേ അതല്ലല്ലോ. ഭരണാധികാരിക്ക് വോട്ട് ചെയ്തോ ഇല്ലോ എന്നുള്ളതല്ല. വൺ സംബഡി ഈസ് എലക്ടഡ്, ഹി ഈസ് ദ എലക്ടഡ് വൺ റെപ്രസെന്റിങ് എവരി വൺ, അല്ലേ? എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്നയാളാണ്. അപ്പൊ രാജ്യത്തിന്റെ ഉന്നതനായ ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ്, അല്ലേ? നമ്മൾ വോട്ടിന്റെ ശതമാനം പറയത്തില്ലയോ? ഓരോരുത്തർക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനം, ആ ശതമാനം പറഞ്ഞല്ലല്ലോ അധികാരത്തിൽ കയറുക. അത് പറഞ്ഞല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുന്ന, അങ്ങനല്ലല്ലോ. വൺ സംബഡി ഈസ് എലക്ടഡ്, അദ്ദേഹം രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സമയമൊന്നും അവസാനിച്ചു പോയിട്ടില്ലല്ലോ. ഈ വിഷയം നമുക്ക് അല്പം കൂടി അവധാനതയിൽ, സാവകാശത്തിൽ ഒന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ കൂടി മനസ്സിലാകുന്ന ഒരു കാര്യം പറയുന്നതിന് ചർച്ചയില്ല എന്ന് പറയുന്നതല്ലല്ലോ ഒരു കാര്യത്തിന്റെ അവസാനം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ ചർച്ചയ്ക്കുള്ള വഴികളെല്ലാം കേന്ദ്ര സർക്കാർ അടയ്ക്കുന്നു. അപ്പോൾ ഈ സഭകൾ തുടർന്ന് ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ്? ചർച്ച ചെയ്യാനുള്ള വഴികൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചർച്ചയല്ലാതെ ഇതിന്റെ പരിഹാരമില്ലല്ലോ. ചർച്ച ഇത് രണ്ടാം പ്രാവശ്യമാണ് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് നല്ല വഴിക്ക് പോട്ടെ. പല നേതാക്കന്മാരെയും വിളിക്കുമ്പോൾ തിരക്കുകളിൽ അമർന്നിരിക്കുന്നതുകൊണ്ട് പല നേതാക്കന്മാരെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നില്ല എന്ന് പല സഭാ മേലധ്യക്ഷന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേന്ദ്ര സർക്കാരിന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ തരത്തിലുള്ള ഒരു അവഗണനയാണ് ഈ സഭയുടെ വിഷയത്തിലുള്ളതെന്ന് സഭയുടെ അഭിപ്രായമുണ്ടോ? അത് ഞാൻ വിളിച്ച ആരും അങ്ങനെ എടുക്കാതിരുന്നില്ല. അല്ല, അതാ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് അവരോട് തന്നെ അല്ലേ ചോദിക്കേണ്ടിയ. കാരണം അവർ ആരെ എടുക്കാൻ ചെയ്തെന്നോ ആരെ വിളിച്ചോന്നും എനിക്കറിയാത്തതുകൊണ്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. ഞാൻ വിളിച്ച 2 പേരെ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ് ഈ വിഷയം അവരുടേതായ സമിതിയിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇതാവേ വീട്ടിലെതിരെ പാർലമെന്റിൽ UDF എംപിമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ UDF അതിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രതിരോധം തീർക്കാൻ ബില്ലിൽ വരികയാണ്. അപ്പോ അവിടെ ഒരു പ്രതിഷേധം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രതിരോധം തെരുവിലേക്ക് വ്യാപിക്കേണ്ടി വരുമോ? അത് അവരല്ലേ അത് പറയുന്നത്. അല്ല, സഭാ വിശ്വാസികൾ അങ്ങനെ അല്ല, അങ്ങനെ തെരുവിലിറങ്ങി മറ്റൊരു രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നവരല്ലല്ലോ. പക്ഷേ ഈ വിഷയം അല്ലാതെ തന്നെ പരിഹരിക്കാൻ മാർഗങ്ങൾ ഉണ്ടല്ലോ. ഇതൊരു മറ്റൊരു പ്രക്ഷോഭത്തിന്റെ ശൈലി ഇതിനെ അവലംബിക്കേണ്ടതില്ല. ഇതൊരു തുറന്ന ചർച്ചയിൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒരു അവധാനതയിൽ കേൾക്കാനും
ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ അറിയാൻ വയ്യാത്ത ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ സംസാരിക്കുമ്പോൾ. അതിന് നമുക്ക് സംസാരിക്കാനുള്ള അപ്പെക്സ് ബോഡി ഉണ്ടല്ലോ, ഞങ്ങളെ വിളിക്കാറുണ്ടല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് വിളിച്ച് കൂട്ടി സംസാരിക്കുന്നതിന് എന്താണ് അപാകത? അപ്പൊ ഇതിന്റെ ഒരു അഭാവം ഇതിലുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. ചർച്ചയ്ക്കുള്ള സമയമൊക്കെ ഉണ്ടോ? ചർച്ചയ്ക്കുള്ള സമയമൊക്കെ ഉണ്ടോ? നാളെയാണ് ഇത് വീണ്ടും സഭ പരിഗണിക്കുന്നത്, പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്കുള്ള സമയമൊക്കെ ഉണ്ടോ? നമ്മളുണ്ടാക്കിയ സമയക്രമം അല്ലല്ലോ ഇത്. ഒരു വിഷയത്തിന്റെ ഗൗരവം ഒരു ദേശത്തുള്ള ജനങ്ങൾ വിഭാഗത്തെ ബാധിക്കുന്നു എന്ന് കാണുമ്പോൾ അതിൽ ഇടപെട്ട് സമയം നിശ്ചയിക്കുന്നത് ആരാ? ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ എംപിമാരെവിടെയാ? അവര് പാർലമെന്റിൽ ഇല്ലാത്ത ഒരു സമയത്താണോ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്? ഇതൊന്നും അറിയാത്ത ആളുകളാണോ ഈ പാർലമെന്റിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ ഇതെല്ലാം പിന്നെ ഈ ആശങ്കയ്ക്ക് മേൽ ആശങ്ക എന്ന് പറഞ്ഞതുപോലെ വരുന്നു. ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ഭരിക്കുന്നു, നിയമം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ നിയമം പാസ്സാക്കുന്നതിന് വലിയ തടസ്സമില്ലാതെ നടക്കും. പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു പുതിയ നിയമം നമ്മളെ എല്ലാ വിഭാഗത്തെയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എടുക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. സംശയാസ്പദമല്ല, ഇതായിരുന്നില്ല മെച്ചപ്പെട്ട സമയം, അത്രേ ഉള്ളൂ. അതായത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം സഭകളുടെ ആശങ്ക അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ കാര്യം ബോധിപ്പിച്ചു. ഇത് നാളെ വീണ്ടും പാർലമെന്റ് പരിഗണിക്കാനിരിക്കുന്നു. ഇനിയും സഭയ്ക്ക് ഇതിൽ പ്രതീക്ഷയുണ്ടോ? ഇതിലൊരു പുനർവിചിന്തനം ഉണ്ടാകും എന്നുള്ളതാണ്. നാളത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് നാളെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്ത് സംഭവിച്ചു എന്ന്. ഇനി ഇത് ഒരു ക്ഷമാപൂർവം അല്ലെങ്കിൽ അവധാനതയോടുകൂടി ഇതൊന്ന് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിന് ഇനി സമയമുണ്ടല്ലോ. നമ്മുടെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ടവരെ സമീപിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഡൽഹിയിലും ഒക്കെ ആയിട്ട് തന്നെ. അതായത് ഇതൊന്ന് അല്പം കൂടി സാവകാശത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണം, റീവിസിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് സാധിക്കുകയാണെങ്കിൽ നമുക്ക് സമയമുണ്ട്. ഇപ്പോഴങ്ങനെ ഒരു പോസിറ്റീവായി മാറ്റിവെക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രി പറയുന്നത് കേരളത്തിലെ കോൺഗ്രസും CPM-ഉമാണ് ഇത്തരത്തിലൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയിലേക്ക് ഈ ഒരു FCRA മാറ്റി ഗവൺമെന്റിനെ മാറ്റുന്നതെന്ന് പറയുന്നത്. പ്രധാനമായും ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് ഒരിക്കലും ക്രൈസ്തവ സഭകൾ മാത്രമല്ല, മറ്റ് NGO-കളുണ്ട്, തിരുപ്പതി ക്ഷേത്രമടക്കം ഹിന്ദു ക്ഷേത്രങ്ങൾക്കടക്കം FCRA സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രം ഇത്തരത്തിലൊരു പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ മതനിരപേക്ഷന്മാരുമായിട്ട് സംസാരിക്കുമെന്ന് ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അവർക്കെന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ഈ കത്തോലിക്ക സഭയിലെ ഒരു അപ്പെക്സ് ബോഡിയാണ് CBCI. അതിന്റെ സെൻട്രൽ കമ്മിറ്റിയാണ് കൂടി അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഹൈദരാബാദിൽ നിന്നുള്ള കർദിനാളാണ് ഇപ്പോൾ CBCIയുടെ പ്രസിഡന്റ്. അപ്പോൾ അവിടുത്തെ സ്വാഭാവികമായും അവിടെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിൽ, അവരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ഒന്നും പറയാറായിട്ടില്ല. ഇത് CPM-ഓ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് പാർട്ടിയോ ഉണ്ടാക്കുന്ന വിഷയമല്ലല്ലോ ഈ അമെന്റ്മെന്റ് വന്നേക്കുന്നത്. ഈ ബില്ലുണ്ടാക്കിയിരിക്കുന്ന അവരാരും കർദിനാൾ ക്ലിമീസ് കാത്തോലിക്ക ബാവയാണ് മാധ്യമങ്ങളെ കണ്ടത്. FCRA നിയമ ഭേദഗതിയിൽ വലിയ ആശങ്കയുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരുമായും കൂടി ആലോചിച്ച് വേണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കിനി